എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഇന്നത്തെ വിശേഷങ്ങളിലേക്കാണ് കൂട്ടുകാരെ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണെന്നാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇന്ന് എല്ലാ കൂട്ടുകാരുടെ അടുത്തും കൂടെയാണ് പറഞ്ഞത്. ഇന്ന് ഏറെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. ശനിയും ചന്ദ്രനും സൂര്യനും ഒക്കെ എങ്ങനെയൊക്കെയോ 25 കൊല്ലത്തിന് ശേഷം ഇതുപോലെ വരുന്നത് 25 കൊല്ലങ്ങൾക്ക് ശേഷം എങ്ങാണ്ടാണ്. അതുകൊണ്ട് നമ്മൾ 2 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഫുഡൊന്നും കഴിക്കരുത്, 6:30 മണി വരെ എന്ന് പ്രത്യേകം പറഞ്ഞ് നല്ല പ്രാർത്ഥനയോട് കൂടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്തെല്ലാം നല്ല ഇനി വരും ദിവസങ്ങളിലൊക്കെ നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങനെ അതും പ്രകാരം ഇന്ന് ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ സമയം നോക്കിയില്ല. ഞാൻ എത്ര മണിക്കാണ് കഴിച്ചതെന്ന്. വൈകിട്ട് വന്ന് ഞാൻ ചായയൊക്കെ കുടിച്ച്, പക്ഷേ സമയം ഞാൻ നോക്കിയില്ല. ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ കാര്യമൊന്ന് മറന്നുപോയി. സത്യം പറഞ്ഞ് ഓർത്തിരിക്കണമായിരുന്നു. പക്ഷേ 6 മണി കഴിഞ്ഞ് 6:30-ക്കല്ല, അതിന് മുൻപ് ഞാൻ ചായ കുടിച്ച്. അതുകൊണ്ട് അത് പാലിക്കാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ട് കുറേ താമസിച്ചാണ് വന്നത്. ശനിയാഴ്ചയുടെ നിന്ന് കുറേ താമസിച്ചാണ് വന്ന് നാളെയിലെ പൊങ്കാലയുടെ സാധനങ്ങളുമൊക്കെ വാങ്ങിച്ചാണ് വന്നത്. കടയിലൊക്കെ കയറി അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇനി ഇതൊക്കെ എല്ലാം ഒന്ന് അടുക്കി റെഡിയാക്കി വെക്കണം. രാവിലെ പൊങ്കാലയ്ക്ക് പോകണം. അതാണ് നാളത്തെ ഡ്യൂട്ടി. നാളെ നല്ലൊരു സൺഡേ ദിവസമാണ്. മാർച്ച് 30, 31 അവധി വന്നിരിക്കുകയാണ്. സാധാരണ ഇതെല്ലാം നമുക്ക് നല്ല വർക്കിംഗ് ഡേ ആയിരിക്കും. ചില സ്ഥാപനങ്ങളിലൊക്കെ വർക്കിംഗ് ഡേ ആണ്. അങ്ങനെ പൊങ്കാലയാണ് നാളത്തെ വിഷയം. ഞാൻ അതിൻ്റെ ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പൊങ്കാല ഇട്ട് തീരുന്നിടം വരെ എനിക്ക് ആ ഒരു ത്രില്ല് കാണും. പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ വന്ന് ചോറൊക്കെ കഴിച്ച് മീനൊന്നും വാങ്ങിച്ചില്ല. കാരണം നമ്മൾ വൃതമായിട്ട് നിന്ന് വേണം പൊങ്കാലയൊക്കെ ഇടേണ്ടുന്നത്. അതുകൊണ്ടാണ്. പുത്രനെ ഞാൻ ചട്ടം കെട്ടി, പുത്രൻ വരുന്നോ ഇല്ലയെന്ന് ഇനി കണ്ടിട്ടറിയാം. ഇതെല്ലാം കൊണ്ടുപോകണമെങ്കിൽ ഒരു കൂട്ടും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. എല്ലാമൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ച് രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, പോകണം. ഇതാണ് കാര്യം. എല്ലാ കൂട്ടുകാരും ചില കൂട്ടുകാരൊക്കെ കാണും. എല്ലാവർക്കും നാളത്തെ പൊങ്കാല ആശംസകൾ. രാവിലെ പൊങ്കാല ആയതുകൊണ്ട് ഇന്നേ പറയുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നാളത്തെ മീനപ്പൊങ്കൽ ആശംസകൾ. പരവൂരും എല്ലാം ഉത്സവമുള്ള സമയമാണ് ഈ 1-ാം തീയതി. എല്ലാവരും ആഘോഷിക്കുന്ന ഭയങ്കര ഉത്സവമൊക്കെയാണ്. പണ്ടൊക്കെ ഇവിടെയൊക്കെ നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും പുറ്റിങ്ങലും ഒക്കെ. ഇപ്പോൾ അതൊന്നും ഇല്ല, എങ്ങുമില്ല. ഇപ്രാവശ്യം കൊല്ലം പൂരത്തിനും അതൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അതിനൊന്നും സാങ്ഷൻ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഞാൻ എവിടെ വായിച്ചായിട്ടൊരു ഓർമ്മ. ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. ചൂടെടുത്തിട്ട് വയ്യ. ഞാൻ ഈ ഫാൻ ഇത് പറയുന്നത് കേൾക്കണ്ടേ, അതുകൊണ്ട് ഫാനങ്ങ് ഓഫ് ചെയ്ത്. അതാണ്. ഫോണിവിടെ താത്ത് വെച്ചില്ലെങ്കിൽ എൻ്റെ കൈ കഴിക്കും. അമ്പലത്തിൽ നിന്ന് ഡാൻസ് ഉണ്ട്. മുമ്പൊക്കെ ഡാൻസ് ഈ അടുത്ത സമയം വരെ ഭയങ്കര ത്രില്ലിലായിരുന്നു. പക്ഷേ ഈ താമസിച്ചൊക്കെ വന്നത് കാരണം ഞാൻ എങ്ങും പോകുന്നില്ല. ഇവിടെ തന്നെ ഇരിക്കുക. ഭയങ്കര ചൂടും വിയർത്ത് കുളിക്കുന്നു. അത് കാരണം ഞാൻ ഒന്നിനും പോകുന്നില്ല. ഇവിടെ അങ്ങനെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കാം. അതാണ് നല്ലത്. പൊങ്കാലയുടെ ഒരുക്കങ്ങളിലാണ് അമ്പലത്തിലൊക്കെ. കുതിരയൊക്കെ കെട്ടാൻ തുടങ്ങി. ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പം നെടുംകുതിര എടുപ്പാണ് വിശേഷം. നെടുംകുതിര എടുപ്പ് ഞങ്ങളുടെ സ്ഥലത്ത് ചാത്തന്നൂരും നെടുംകുതിര എടുപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശ്രീഭൂതനാഥൻ്റെ നെടുംകുതിര എടുപ്പെന്നാണ് പറയുന്നത്. ഇവിടെ ആ കുതിരയെ ഇവിടെയും കൊണ്ടുവന്ന് 4-5 കുതിരകൾ കാണും. നമ്മളെ സ്ഥലത്തൊക്കെ ഒരു കുതിരയാണ്, ഇവിടെ 4-5 കുതിരകൾ കാണും. അത്ര ഭയങ്കര ഉത്സവമാണ് മീനഭരണി. അന്ന്
വർക്കിംഗ് ഡേ ആണ്. പൊങ്കാല എന്തായാലും സൺഡേ ആയത് വളരെ കാര്യമായി. അതുകൊണ്ട് സമാധാനമായിട്ട് പോയി പൊങ്കാലയൊക്കെ ഇട്ട് തിരിച്ചിങ്ങി വരാം. ചില ഓഫീസിൽ ഇന്ന് കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഓരോയിടത്തൊക്കെ ചെല്ലുമ്പോൾ ഓരോന്നിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം പണ്ടത്തെ കണക്കൊന്നും അല്ല. പണ്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സ്ഥാപനങ്ങളൊക്കെ അങ്ങ് നന്നായി പോകണം, നല്ല രീതിയിൽ നടന്നു പോകണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള സാറന്മാരൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്ഥാപനങ്ങളെയൊക്കെ എങ്ങനെ പൊളിക്കാമെന്നാണ് ഇവരുടെയൊക്കെ ചിന്ത. കാരണം അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരൊക്കെ നല്ല ഗവൺമെൻറ് സാലറിയൊക്കെ വാങ്ങിച്ച് നല്ല ഹാപ്പിയായിട്ട് ജോളിയായിട്ട് ജീവിച്ച് പോകുന്നത് കൊണ്ട് ഈ മറ്റ് സ്ഥാപനങ്ങളിൽ ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്കുമായിട്ട് ചെല്ലുമ്പം അവർ ഈ കുറ്റങ്ങൾ ഇതെങ്ങനെ മുടക്കാം, ഇതെങ്ങനെ തിരിച്ച് മടക്കാം, ഒരു ഫയൽ നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ അതെങ്ങനെ തിരിച്ച് മടക്കാമെന്നാണ് ഇവരുടെ ചിന്ത. അതിനകത്ത് എന്തെങ്കിലും വളഞ്ഞ വഴിയുണ്ടോ എന്ന് അവർ തപ്പി കണ്ടുപിടിച്ച് ഇനി അത് ശരിയാക്കിയിട്ട് ഇനി ഇത് ശരിയാക്കുമെന്ന് ആണ് ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്. ഇതെന്താവും എന്തോ ഇങ്ങനെയൊക്കെയുള്ള കാലമായ ഇത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല, ഏത് സ്ഥാപനത്തിലായാലും ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ കാര്യങ്ങളാണ്. ഇത് ഒരു അനുഭവമല്ല. ഈ പറയുന്ന പല സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത് കൂട്ടുകാരെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പേപ്പർ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും അത് ഇവിടെ അല്ല മറ്റേ സ്ഥലത്താണെന്ന്. എന്നിട്ട് അത് അവിടെ ചെന്നിട്ട് ഒന്നും അറിയാൻ വയ്യാത്തവരിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എഴുതി കൂട്ടി തെറ്റിച്ചിട്ട് പറയും അതെല്ലാം തെറ്റാ, വീണ്ടും ഒന്നേന്ന് എഴുതി കൊണ്ടുവരാം. അപ്പോൾ ഈ പേപ്പർ വർക്ക് കറങ്ങി തിരിഞ്ഞ് വീണ്ടും പഴയ സ്ഥാനത്തെത്തും. അത് വീണ്ടും മറ്റേ മേശപ്പുറത്തുനിന്ന് മാറി തിരിച്ച് ഈ മേശപ്പുറത്ത് വരണമെങ്കിൽ കാലങ്ങളെടുക്കും. ഇത് ആരുടെ നെഞ്ചത്തടിക്കുന്നതിന് തുല്യമോ ഈ പാവപ്പെട്ട ആളുകളുടെ എന്തെങ്കിലും പേപ്പർ വർക്കും കൊണ്ട് ചെല്ലുമ്പോൾ അത് ശരിയാക്കി കിട്ടാത്തവരുടെ നെഞ്ചത്തടിക്കുന്ന പണിയാണ് ഈ നടന്നു വരുന്നത്. ഇത് ഒരിടത്തല്ല, ഇത് മാറേണ്ട സമയം ആയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്നില്ല ആരും. കാരണം അവരെല്ലാം നല്ല സുഖമായിട്ട് ഗവൺമെൻറ് സാലറിയൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കുമ്പം ഇവർ ഈ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാകുന്നില്ല. അവർക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും അതങ്ങ് ഒഴിവാക്കി വിടുക, ഒഴിവാക്കി കളയുക ഓരോ കാര്യങ്ങൾ. അത് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നേരായ രീതിയിൽ ഇത് എങ്ങനെയെങ്കിലും ചെയ്ത് വിട്ട് അവരെ സഹായിക്കണമെന്നല്ല, ആ വരുന്ന കസ്റ്റമറെ എങ്ങനെ മുടക്കി കുളമാക്കി ഇട്ട് കൊടുക്കാമെന്നാണ് ചിന്ത. ഈ ആറ്റിറ്റ്യൂഡുമായിട്ടിരിക്കുന്ന കുറേ ആളുകളാണ് ഉള്ളത്. എല്ലാവരും അങ്ങനെയല്ല, നല്ല മനസ്ഥിതിയുള്ള ഒന്നോ രണ്ടോ പേര് റെയറായിട്ടൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഒരാളെങ്കിലും കാണും കൊള്ളാവുന്നത്. ഇതൊക്കെയാണ് ഓരോ സ്ഥലത്തെ ഇപ്പോഴത്തെ അനുഭവങ്ങൾ. അങ്ങനെ ഈ ഓഫീസിൽ നിന്ന് പിന്നെ മേശപ്പുറത്തും ഈ മേശപ്പുറത്തും അതിങ്ങനെ കറങ്ങിയടിച്ച് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് ആദ്യത്തെ സ്ഥലത്തെത്തി. ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി എങ്ങനെ മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഉദ്യോഗസ്ഥർക്കൊക്കെ ഭയങ്കര പവറാണ് കിട്ടിയേക്കുന്നത്. പവർ അവർ മിസ്യൂസ് ചെയ്യുന്നു. മറ്റുള്ളവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ചെയ്യാതെ ഈ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറേയൊക്കെ നല്ലതും മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. ഇതൊത്തിരി ഓവറാവുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഞാൻ നടക്കുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്, അനുഭവ കഥകൾ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ ഓരോന്നും നമുക്ക് കൊണ്ടുവരാൻ, പ്രാവർത്തികമാക്കാൻ ഓരോ കാര്യങ്ങൾ. ഞാൻ എന്താണ് ഇരുന്ന് ഈ പറയുന്നതെന്ന് എല്ലാവരും ചിന്തിക്കും. ഇത് സത്യാവസ്ഥയാണ്. ചില ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഉള്ള അനുഭവമാണ്. ഫയൽ മടക്കി തിരിച്ചു വിടുക എന്നുള്ള ഒരു പരിപാടി. അത് എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊടുക്കണം. അവരൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ വേണ്ടുന്നതൊക്കെ പറഞ്ഞ് അതൊക്കെ റെഡിയാക്കി വിടാനുള്ളതിന് പകരം മുടക്ക് കാലാകാലം. അന്നേരം നമുക്കൊരു കാര്യം നേടണമെങ്കിൽ എത്ര കൊല്ലം കഴിയും? മുടക്കി വിടുകയാണെങ്കിൽ ഒരാളുടെ കഷ്ടപ്പാട് എത്രമാത്രമായിരിക്കും. ആയുഷ്കാലം കിടന്ന് കഷ്ടപ്പെട്ടാലും പോകുന്ന കാര്യം നേടിയില്ലെങ്കിൽ ഇവർ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എല്ലാം ഭയങ്കരമായിരിക്കും. ഈ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്
കൂട്ടുകാരെ, ഇതൊക്കെ ഓരോ കഥകളാണ്. ആരും ഇത് കേട്ടൊന്നും വിചാരിക്കേണ്ട. സത്യാവസ്ഥകളാണ് ഈ പറയുന്നത്. ഇതിങ്ങനെ കറങ്ങി നടക്കും. ബുദ്ധിമുട്ടിലാകുന്നത് ചെല്ലുന്നവരാണ്. എല്ലാവർക്കും പുതിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് നാളെ കാണാം. ടാറ്റ. കുറേ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിൽ സന്തോഷം.